നമസ്കാരം. ഷെഖേന ബിഗ് ഡിബേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരുപാട് ജനകീയ പ്രക്ഷോഭങ്ങളെ നമ്മുടെ സംസ്ഥാനം കണ്ടിട്ടുണ്ട്. അതേസമയം തന്നെ ഇവിടെ മാറി മാറി ഭരിച്ച സർക്കാരുകളും രാഷ്ട്രീയക്കാരും ഇതേ ജനകീയ സമരങ്ങളെ ഇടിച്ചു നിരത്തുകയും ചവിട്ടിപതിക്കുകയും ചെയ്യുന്ന കാഴ്ചകളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഏറ്റവും അവസാനമായി വിഴിഞ്ഞത്ത് നടന്ന സമരം, അവിടുത്തെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ സ്വന്തം അതിജീവനത്തിന് വേണ്ടി നടത്തിയ സമരം, ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം ഒന്നു ചേർന്ന്, കോർപ്പറേറ്റുകൾ ഒന്നു ചേർന്ന് എങ്ങനെയാണ് അതിനെ ചവിട്ടിപതിക്കുകയും ഇല്ലാതാക്കുകയും ചെയ്തത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ഒടുവിൽ ആ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ, അന്നന്നത്തേക്ക് വേണ്ട അന്നത്തിന് വേണ്ടി കേഴുന്ന ആ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ രാജ്യദ്രോഹികൾ എന്നുവരെ വിളിച്ച് ഇവിടുത്തെ ഭരണ സംവിധാനത്തോട് ചേർന്ന് നിൽക്കുന്നവർ അപമാനിക്കുന്ന കാഴ്ചകൾ വരെ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. അതിനുശേഷമാണ് നമ്മൾ മുനമ്പത്തേക്ക് എത്തുന്നത്. മുനമ്പത്തെ ജനത സമരത്തിലാണ്. ഒരുപാട് നാളുകളായി അവർ സമരത്തിലാണ്. ന്യൂ ഇയറും ക്രിസ്തുമസും എല്ലാം സമരത്തിലാണ് അവർ ചെലവഴിച്ചത്. അങ്ങനെയാണ് നമ്മൾ മുനമ്പത്തേക്ക് എത്തുന്നത്. മുനമ്പത്തെ സമരം ഏത് വഴിയിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അതിനു മുൻപ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞാണ്. പക്ഷേ ഇത്രയും നാളുകളിലേക്ക് എത്തി നിൽക്കുമ്പോൾ മുനമ്പത്തെ സമരം ഏത് വഴിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുകൂടി ചർച്ച ചെയ്യാതെ മുനമ്പത്തെ അധ്യായം അടച്ചു വെക്കാൻ നമുക്ക് കഴിയുകയില്ല എന്നുള്ളത് തന്നെയാണ് വാസ്തവം. മുനമ്പം സമരം ലക്ഷ്യം നേടുമോ? മുനമ്പത്തെ ദുർഭൂതത്തെ ആരാണ് മറച്ചു പിടിക്കുന്നത്? രാഷ്ട്രീയ അഭിനേതാക്കളുടെ മുനമ്പത്തെ ലക്ഷ്യം എന്താണ്? ഈ വിഷയങ്ങളെല്ലാമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമ്മളോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്നത് റിട്ടയേർഡ് അണ്ടർ സെക്രട്ടറി ശ്രീ സ്റ്റാലിൻ ദേവൻ, സാമൂഹ്യ നിരീക്ഷകൻ ഫാദർ ആന്റണി തറേക്കടവിൽ. ആദ്യം തന്നെ ശ്രീ സ്റ്റാലിൻ ദേവൻ, അങ്ങ് മുനമ്പത്തെ സമരത്തിൽ വളരെ കൃത്യമായ ഇടപെടലുകൾ നടത്തി, കൃത്യമായ പഠനങ്ങൾ നടത്തി. അങ്ങേക്ക് എങ്ങനെയാണ് അത് തോന്നുന്നത്? കാരണം പല രാഷ്ട്രീയക്കാരും കൃത്യമായ നിലപാടാക്കാൻ മടിക്കുന്നു. അതുപോലെ തന്നെ പല ആളുകളും പല ഭാഗങ്ങളിൽ നിന്നും വരുന്ന അഭിപ്രായങ്ങൾ അത്ര ആശ്വാസകരമായി തോന്നാത്ത ഒരു സാഹചര്യവും നിലനിൽക്കുന്നു. അങ്ങേക്ക് എന്താണ് തോന്നുന്നത്? എങ്ങോട്ടാണ് മുനമ്പം സമരത്തിന് അതിന്റെ കൃത്യമായ ലക്ഷ്യങ്ങളിലേക്ക് അത് എത്തിച്ചേരുമെന്ന് തോന്നുന്നുണ്ടോ? നമസ്കാരം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ ശുഭാപ്തി വിശ്വാസക്കാരനാണ്. കാരണം ഇന്നത്തെ ഈ സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിക്കണം എന്ന് ഞാൻ വളരെ നാളായിട്ട് ആലോചിക്കുകയായിരുന്നു. പക്ഷെ എനിക്കതിനുള്ള ഒരു അവസരം കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം. അതായത് നമ്മുടെ മുനമ്പത്തും അതുപോലെ തന്നെ ഈ തമിഴ്നാട്ടിലും ഇങ്ങനെ അവിടെ ഒരു 6 ഗ്രാമം ഏറ്റെടുത്തു. അപ്പോഴാണ് ഞാൻ കരുതിയത് നമ്മുടെ ഈ ഭരണഘടനയും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഇത് എങ്ങനെയാണ് സാധ്യമാകുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് ഞാൻ ഈ വഖഫ് ആക്ട് എന്താണെന്ന് പഠിച്ചത്. അപ്പോൾ എനിക്ക് മനസ്സിലായി മിക്കവാറും എല്ലായിടത്തും ഈ വസ്തുവകകൾ ഏറ്റെടുക്കുന്നത് വന്നിട്ട് ഒരു തെളിവിന്റെയും അടിസ്ഥാനത്തിലല്ല. ഫോർ എക്സാമ്പിൾ, ഇവിടെ 1500 വർഷം പഴക്കമുള്ള തമിഴ്നാട്ടിലെ ക്ഷേത്രമാണ് ഏറ്റെടുത്തത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും 1500 വർഷം മുമ്പുള്ള ഒരു ഡോക്യുമെന്റ് കാണാൻ പോകുന്നില്ല. പക്ഷേ ഞാനിത് ശ്രദ്ധാപൂർവ്വം വീക്ഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി മുനമ്പത്തെ സംബന്ധിച്ച് വഖഫ് ബോർഡ് ക്ലെയിം ഉന്നയിച്ചിരിക്കുന്നത് 1950 ഒരു ഡോക്യുമെന്റിന്റെ അടിസ്ഥാനത്തിലാണെന്നും അതിൽ ചില കണ്ടീഷൻസ് ഉണ്ടെന്നും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ തീർച്ചയായിട്ടും ഞാനായിട്ട് തന്നെ മുനമ്പത്തെ ആൾക്കാരെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അങ്ങോട്ട് ബന്ധപ്പെടുകയായിരുന്നു. ഞാൻ പറഞ്ഞു, ഇതിന്റെ വിക്ടിംസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് ബന്ധപ്പെടണം, ഒരു പക്ഷേ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയും എന്നാണ് ഞാൻ അന്ന് പറഞ്ഞത്. അങ്ങനെ 2-3 പേര് എന്നോ വന്ന് ബന്ധപ്പെട്ടപ്പോൾ ഞാൻ അവർ പറഞ്ഞ ആദ്യത്തെ എൻ്റെ ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത്, നിങ്ങൾ എത്രയും പെട്ടെന്ന് വഖഫ് ട്രൈബ്യൂണലിനെ സമീപിക്കുക എന്നുള്ളത്. കാരണം വഖഫ് ആക്ട് ഭരണഘടനാ വിരുദ്ധമോ അല്ലാതെയോ ആയിക്കോട്ടെ, പക്ഷെ ഒരു നിയമം ഇവിടെ നിലനിൽക്കുന്നു. ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വഖഫ് മുനമ്പത്തെ വസ്തു ക്ലെയിം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനടിയിൽ പറയുന്ന നിയമപരമായ ഏക മാർഗം എന്ന് പറയുന്നത് വെദർ യു ലൈക്ക് ഇറ്റ് ഓർ നോട്ട്, വഖഫ് ട്രൈബ്യൂണലിനെ സമീപിക്കുക എന്നുള്ളതാണ്. മോറോവർ ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പഠിച്ചപ്പോൾ 2010 നവംബർ മാസം 23 ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഒരു ജഡ്ജ്മെന്റ് ഉണ്ടായിരുന്നു. ജസ്റ്റിസ് കഡ്ജു സുധാംശു മിശ്രയായിരുന്നു ആ വിധി പറഞ്ഞത്. അപ്പോൾ അതിൽ പറഞ്ഞു, വഖഫിനെ സംബന്ധിക്കുന്ന എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് കേരള ഹൈക്കോടതിയെ സമീപിക്കാൻ പാടില്ല. കൂടാതെ
ആർട്ടിക്കിൾ 226 അടിയിലുള്ള ഒരു പെറ്റീഷനും വഖഫുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഹൈക്കോടതി പരിഗണിക്കാൻ പാടില്ല എന്ന അസന്നിഗ്ധമായ ഒരു സുപ്രീം കോടതി വിധി ഉള്ള സമയത്താണ് മുനമ്പത്തെ പാവപ്പെട്ട ആൾക്കാർ അവർ പൈസയൊക്കെ സംഘടിപ്പിച്ചിട്ട് 5-6 റിട്ട് പെറ്റീഷൻ ഹൈക്കോടതി കൊടുത്തു എന്ന് ഞാൻ അറിയുന്നു. അപ്പൊ അന്ന് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഒന്നും ഇവിടുന്ന് ലഭിക്കാൻ പോകുന്നില്ല, നമുക്ക് എത്രയും പെട്ടെന്ന് വഖഫ് ട്രൈബ്യൂണലിനെ സമീപിക്കുക, അവിടെ നിങ്ങൾ കേസ് തോറ്റാലും അതുവഴി നിങ്ങൾക്ക് ഹൈക്കോടതിയെ സമീപിക്കാനുള്ള ഒരു വ്യവസ്ഥ ഇപ്പോഴുള്ള വഖഫ് ആക്ടിലുണ്ട്, അതുകൊണ്ട് അമാന്തം വിചാരിക്കരുത് എന്ന് ഞാൻ അവരോട് പറഞ്ഞു. പക്ഷേ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്, ഈ നിമിഷം വരെ അവരതിന് തയ്യാറായിട്ടില്ല. പക്ഷേ കഴിഞ്ഞ മാസം 10-ാം തീയതി ഞാൻ പറഞ്ഞ അതേ അഭിപ്രായം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഓറലി പറഞ്ഞു. ഇനിയിപ്പോൾ ഫോർമൽ ഓർഡർ വരാൻ പോകുന്നേ ഉള്ളൂ. വ്യക്തമായി പറഞ്ഞു, ഇതൊരു ടൈറ്റിൽ ഡിസ്പ്യൂട്ടാണ്, ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ ഓഫ് ഫാക്ട്സ്, അത് ഞങ്ങളുടെ ജുറിസ്ഡിക്ഷനിൽ വരുന്നതല്ല, നിങ്ങളൊരു സിവിൽ കോടതിയെ സമീപിക്കുക. അപ്പോൾ ഈ വഖഫുമായിട്ട് ബന്ധപ്പെട്ടുള്ള കേസിൽ സിവിൽ കോടതി എന്ന് പറഞ്ഞാൽ വഖഫ് ട്രൈബ്യൂണലാണ്. അതിനുശേഷം നമ്മളെല്ലാവരെയും കേട്ടു. ഞാനും ഒരിക്കൽ വിളിച്ചു പറഞ്ഞു, 1902 ഒരു ആയില്യം തിരുനാൾ ഇത് പാട്ടത്തിന് കൊടുക്കുക. സത്യം പറയും, ഈ ലോകത്ത് ഒരു മനുഷ്യനും ഇതുവരെയും അങ്ങനെ ഒരു പാട്ടത്തിന് കൊടുത്ത ഒരു തെളിവ് ആരും കണ്ടിട്ടില്ല. ആരോ എന്നോ ഒരാൾ വിളിച്ചു പറഞ്ഞു, അതെല്ലാവരും ഏറ്റു വിളിച്ചു, ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഞാൻ ഏറ്റു പറഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പോ ഞാൻ അവരോട് പറഞ്ഞു, ആ പ്രമാണത്തിൽ ഒരു മുൻ ആധാരം, അതായത് ഈ സിദ്ദിഖ് സേട്ടുവിന് ഈ വസ്തു കിട്ടിയത് 1948 87-ാം നമ്പർ തീറാധാര പ്രകാരമാണ്. ഞാൻ പറഞ്ഞു, അതിന്റെ മുന്നാധാരം നിങ്ങൾ എടുക്കാൻ. അങ്ങനെ ഒരു 3 ഡോക്യുമെന്റ് അവരെടുത്തിട്ട് എനിക്ക് തന്നു. ഞാൻ എൻ്റെ വൈഫും കൂടി ഒരു ദിവസം മുൻപത്ത് പോവുകയും ചെയ്തു. ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്തു, അവരെ കണ്ടു. എന്നിട്ട് ഞാൻ പ്രമാണം കൊണ്ട് ഇവിടെ വന്നപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് 45-ലെ ഡോക്യുമെന്റാണ്. അന്നത്തെ ആ ലിപി, പ്രയോഗങ്ങൾ, പിന്നെ ഒന്നും ക്ലിയർ അല്ല, വളരെ ബുദ്ധിമുട്ടാണ്. അതിന്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയാണല്ലോ കിട്ടിയത്. ഞാൻ ഒരു മാസം എടുത്ത് ഈ മാഗ്നിഫൈങ് ഗ്ലാസും ഒരു ആധാരം എഴുത്തുകാരന്റെ അസിസ്റ്റൻസോടും കൂടി ഒരു മാസം എടുത്ത് ഈ 3 പ്രമാണങ്ങൾ മാറ്റി എഴുതിയതിനു ശേഷം ഞാൻ അതെല്ലാം കൂടി ഒരുമിച്ച് വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇതില് ഒരു മൈനറായ ഒരു കുട്ടിയുടെ അവകാശം ഉള്ള ഒരു വസ്തുവിലാണ് ഈ സിദ്ദിഖ് സേട്ടു 1950 വഖഫോ എന്തോ ആയിക്കോട്ടെ പ്രമാണം എഴുതിയത്. അപ്പോൾ ഇപ്പൊ തന്നെ നമ്മൾ കഴിഞ്ഞ ആഴ്ച വഖഫ് ട്രിബ്യൂണലിലെ ചെയർമാൻ പറയുന്നത് നമ്മളെല്ലാവരും കേട്ടു, പാട്ടവസ്തുവാണെങ്കിൽ ഇത് വഖഫാക്കാൻ പറ്റത്തില്ല. ഒരുപക്ഷെ ഈ ഒരു ഫാക്റ്റും കൂടി അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണെങ്കിൽ അടുത്ത ആഴ്ച അദ്ദേഹത്തിന്റെ വായി നമുക്ക് കേൾക്കാൻ പറ്റും, മൈനറുടെ അവകാശം ഉണ്ടായിരുന്നുവെങ്കിൽ വഖഫാക്കാൻ പറ്റില്ല. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇത്രയും പ്രമാദമായ ഒരു പോയിന്റ്, ഒരു നിയമവശം നമ്മൾ കണ്ടുപിടിച്ചിട്ട്, നിങ്ങൾ ഷെയ്ഖിന ന്യൂസിൽ മാത്രമാണ് അതിനെ കുറിച്ചിട്ടൊരു ന്യൂസ് കൊടുത്തത്. ഈ സമൂഹം ഇതുവരെയും അത് ചർച്ച ചെയ്തിട്ടില്ല. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചോളം മുനമ്പത്തെ ഇഷ്യൂ പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞു. ഉള്ളിൽ അവർ അത് യഥാവിധി ട്രൈബ്യൂണലിൽ പോയി ഇതാണ് അതിന്റെ ഫാക്ട്, ദീസ് ആർ ദ ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞാൽ അവിടെ പറയണം. അതോടുകൂടി അവർ പ്രശ്നം പരിഹരിക്കുകയാണ്. പക്ഷെ അപ്പുറത്തെ സൈഡിൽ എന്താണ് സംഭവിക്കുന്നത്, എൻ്റെ പേഴ്സണായിട്ടുള്ള അനുഭവം കൂടി ഞാൻ പറഞ്ഞുതരാം. അവിടെ നല്ല രീതിക്കൂടെ രാഷ്ട്രീയ കളി നടന്നുകൊണ്ടിരിക്കുക. അതിനകത്തുള്ള ആൾക്കാരൊക്കെ പലതും പല രാഷ്ട്രീയ പാർട്ടി മനസ്സിൽ വച്ച് നടക്കുന്ന ആൾക്കാരാണ്. എന്നെ സംബന്ധിച്ചോളം എനിക്ക് രാഷ്ട്രീയമില്ല. അപ്പോ അവർക്ക് ചില ആൾക്കാർ, ഇതിന് നേതൃത്വം കൊടുക്കുന്ന ചില ആൾക്കാർക്ക് മുനമ്പത്തെ വിഷയം പരിഹരിക്കുക എന്നുള്ളതല്ല പ്രാധാന്യം. എന്നെങ്കിലും പരിഹരിക്കപ്പെട്ടാൽ ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ കെയർ ഓഫിൽ അത് പരിഹരിക്കപ്പെടണം എന്നുള്ള വളരെ ദൃഢമായ ഒരു നിശ്ചയം അവർക്കുള്ളത് കൊണ്ടാണ് ഈ 5 മാസം ഞാൻ പറഞ്ഞിട്ട് ട്രൈബ്യൂണലിൽ പോകാതിരിക്കുന്നതും ഇനിയിപ്പോൾ ഹൈക്കോടതി പറഞ്ഞ പ്രകാരം വഖഫ് ട്രൈബ്യൂണലിൽ പോകാൻ പോകുന്നു. ഇനി അവർ പോയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു വക്കീൽ തന്നെ ആയിരിക്കും അവിടെ ഹാജരാകാൻ പോകുന്നത്. ഐ ആം ക്വൈറ്റ് ഷുവർ അബൌട്ട് ഇറ്റ്. അപ്പോ നമ്മളൊരു അസുഖം വന്നു കഴിഞ്ഞാൽ അതിനെ അസുഖം അറിഞ്ഞ് ട്രീറ്റ്മെന്റ് നടത്തണം. അപ്പോ മുനമ്പത്തെ ഇഷ്യൂവിൽ നമ്മളൊരു ഭാഗ്യമാണ്, ഇപ്പൊ ആ പ്രമാണം എടുത്തു, വായിച്ചു, കണ്ടുപിടിച്ചു, അതിങ്ങനെ കിട്ടി എന്നുള്ളതല്ല. അവിടെ അങ്ങനെ ഒരു ഫാക്ടർ ഒളിഞ്ഞിരുന്നത് കൊണ്ട് മാത്രമാണ് നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റിയത്. പക്ഷെ കണ്ടുപിടിച്ച് എടുത്തുകൊണ്ട് വന്നിട്ടും ആർക്കും ഒരു വിലയില്ല. പക്ഷേ ഇതുപോലെ വിലപ്പെട്ട ഒരു പോയിന്റാണ് വഖഫ് സംരക്ഷണ സമിതിക്ക് ഞാൻ വാങ്ങിച്ചു കൊടുത്തിരുന്നു എങ്കിൽ ഇന്ന് അവരെന്നെ തറ വയ്ക്കില്ല. അവരത്
ലെഫ്റ്റ് ആൻഡ് റൈറ്റ് മാക്സിമം യൂസ് ചെയ്തില്ല. പക്ഷെ ഇവിടെ എന്തോ അൺഫോർച്ചുനേറ്റ്ലി ഇത്രയും അവിടുത്തെ വേളാങ്കണ്ണി മാത വച്ചിരുന്ന ഒരു സാധനം ഞാൻ മുങ്ങി തപ്പി എടുത്ത് കൊടുത്തിട്ട് അത് അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. രണ്ടാമത് ഇനി ഒരു കാര്യം ആലോചിക്കേണ്ടത്, ഈ സമരം കൊണ്ട് യാതൊരു ഫലവും ഇല്ല. കാരണം കേരള ഗവൺമെന്റിനോ സെൻട്രൽ ഗവൺമെന്റിനോ ആർക്കും ഇതിലൊരു പരിഹാരം ഇവർക്ക് ഇപ്പോഴുള്ള ആക്ടിന്റെ അടിയിൽ, അല്ലെങ്കിൽ ഫാദർക്ക് പറയാലോ, ഇപ്പോഴുള്ള ആക്ടിന്റെ അടിയിൽ ഈ ശക്തികൾക്ക് ആർക്കും തന്നെ മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ല. പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ സമരം നടത്തുന്നത്? അതുകൊണ്ട് ഈ ഇപ്പോഴത്തെ സമയം എസ്പെഷ്യലി ഈ ഒരു തെളിവ് വെളിയിൽ വന്നതിന് ശേഷം അവർ നടത്തുന്ന സമരം എന്ന് പറയുന്നത് അവരുടെ വിലപ്പെട്ട സമയവും എനർജിയും പൈസയും വേസ്റ്റ് ആക്കുന്ന ഒരു സമ്പ്രദായം മാത്രമാണ്. എന്റെ അവരോടുള്ള അഭ്യർത്ഥന എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് ഈ സമരം മതിയാക്കി വീടുകളിൽ പോയി പിള്ളേരെ നോക്കിയിട്ട് നിങ്ങൾ ഏറ്റവും ശക്തമായിട്ട് വഖഫ് ട്രൈബ്യൂണലിൽ ഈ കേസ് ഡിഫെൻഡ് ചെയ്യണം. അപ്പോ മുനമ്പത്തെ ആൾക്കാരോട്, അപ്പൊ ഞാൻ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച കണ്ണൂർ പോയപ്പോഴും ഞാൻ പേഴ്സണലി പാമ്പ്ലാനി പിതാവിനോട് പറഞ്ഞു, പിതാവ് ഇതിന്റെ പിറകെ ഉള്ള സത്യം, ഈ മുനമ്പത്തിന്റെ വിഷയം ചർച്ച ചെയ്ത ചാനലുകളിലെല്ലാം ഈ ആമിനയുടെ വിഷയം ചർച്ച ചെയ്യേണ്ടതായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ആരും മൈൻഡ് ചെയ്തില്ല. അപ്പൊ എവിടെയാണ് പ്രശ്നം? മുനമ്പത്തിനൊരു പരിഹാരമുണ്ട്, 100% പരിഹാരമുണ്ട്. ആ പരിഹാരത്തിന്റെ പിറകെ ആരും പോകുന്നില്ല. ആൾക്കാർ കുറെ പേര് വി ഡി സതീശന്റെ പിറകെ പോകുന്നു, കുറെ പേര് അവിടുത്തെ ഉണ്ണികൃഷ്ണൻ MLA പിറകെ പോകുന്നു, കുറെ ആൾക്കാർ BJPയുടെ പിറകെ പോകുന്നു. ഈ 3 ശക്തികളും ഇവരെ രക്ഷിക്കാൻ പോകുന്നത് ഞങ്ങളായിരിക്കും എന്നുള്ള ഒരു ധാരണയിൽ ഇവരവിടെ വരുന്നു, കുറെ പ്രസംഗിക്കുന്നു, പോകുന്നു. സത്യം പറഞ്ഞാൽ ഒരു രാഷ്ട്രീയക്കാരനെ അതിൻ്റെ അകത്ത് കയറ്റാൻ പാടില്ല. നിങ്ങളെ ട്രിബ്യൂണലിൽ പോയി കേസ് ഡിഫെൻഡ് ചെയ്യുക, നല്ലൊരു വക്കീലിനെ വെച്ച് കേസ് ഡിഫെൻഡ് ചെയ്യുക, ജയിക്കുക, അത് ആഘോഷിക്കണം. അല്ലാതെ നിങ്ങൾ കഴിഞ്ഞ ക്രിസ്മസ് ഒക്കെ നിങ്ങൾ ഡബിൾ എഫക്റ്റിൽ ആഘോഷിക്കണമായിരുന്നു. കാരണം വിലപ്പെട്ട ഡോക്യുമെന്റ് ആണ് ഞാൻ കണ്ടത് നിങ്ങൾക്ക് തന്നത്. അല്ലാതെ ഇപ്പൊ എനിക്ക് ഇവരുടെ സമരം കാണാൻ സത്യം പറയും ശരിയാണ്. നമ്മൾ സമരം ചെയ്യണം, ഒരു പർപ്പസിന് വേണ്ടി സമരം ചെയ്യണം. ഈ ചുമ്മാ ആൾക്കാരെ കാണിക്കാനും ലോകത്തെ അറിയിക്കാനും രാഷ്ട്രീയക്കാരുടെ ഡയറക്ഷനിൽ കേസ് നടത്തുകയും നടത്താതിരിക്കുകയും സമരം ചെയ്യുകയും ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് അത് ആരെ കാണിക്കാണ്? ഈ ലോകം കണ്ടിട്ട് എന്ത് ഫലം കിട്ടും? അതുകൊണ്ട് അവരെ രക്ഷിക്കുക, അതിനുള്ള വഴി തുറന്നു കിടപ്പുണ്ട്, അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം എന്നാണ് എനിക്ക് അവരോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഫാദർ ഇതിനെക്കുറിച്ച് ഒരുപാട് പഠിക്കുകയും പറയുകയും ചെയ്തിട്ടുള്ളതാണ്. ഫാദറിന് എന്താണ് തോന്നുന്നത്? ഈ സമരത്തെ ഇപ്പോൾ കാണുമ്പോൾ എങ്ങനെയാണത് തോന്നുന്നത്? മനസ്സിലാകുന്നിടത്തോളം സാറിന്റെ നേരത്തെ ഇതിനെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ കേട്ടിരുന്നു. എൻ്റെ ഒരു ചിന്ത സ്റ്റാലിൻ ദേവൻ സാറിന്റെ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ടാണ് ജോഷി അച്ഛൻ അന്ന് ദീപികയിൽ ഒരു ആർട്ടിക്കിൾ എഴുതിയിരുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പൊ പറഞ്ഞ ഇൻഫോർമൻ വെച്ചിട്ട് അന്ന് ആ ആർട്ടിക്കിൾ ഞാൻ വായിച്ചിരുന്നു. പക്ഷേ ഇവർക്ക് ഈ ആർട്ടിക്കിൾ 40 ഓഫ് 95 അതിൽ വഖഫാണെന്ന് കരുതാനായിട്ട് ന്യായമുണ്ടെങ്കിൽ അത് വഖഫായിട്ട് തീരുമാനിക്കാം എന്നുള്ള ഒരു പ്രത്യേക നിയമ സംവിധാനം അവിടെ കിടപ്പുണ്ട്. മാത്രമല്ല, നേരത്തെ പറഞ്ഞ വിധി അനുസരിച്ച് കിരൺ റിജ്ജു ജസ്റ്റിസ് അടക്കം പറഞ്ഞിരിക്കുന്ന വിധി അനുസരിച്ച് ഇത് വഖഫ് ട്രിബ്യൂണൽ മാത്രമേ കൈകാര്യം ചെയ്യാൻ സാധ്യമാവുകയുള്ളൂ. ഇങ്ങനെ ഒരു നിയമക്കുരുക്ക് കിടക്കുമ്പോൾ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡോക്യുമെന്റുകൾ ഇത് വഖഫ് ട്രിബ്യൂണൽ തീരുമാനങ്ങൾ വരും എന്നുള്ള പ്രത്യാശ ടു മച്ച് ഓപ്റ്റിമിസ്റ്റിക് ആണെന്നാണ് ഞാൻ കരുതുന്നത്. ഇവിടെ തീരുമാനം എടുക്കേണ്ടത് വാസ്തവത്തിൽ ഗവൺമെന്റുകളാണ്. ഗവൺമെന്റ് തീരുമാനമെടുത്ത് നിയമം മാറ്റിയെടുത്തിട്ട് ഉത്തർപ്രദേശിലൊക്കെ അവർ ചെയ്തല്ലോ, അല്ലെങ്കിൽ നമ്മുടെ ആന്ധ്രാപ്രദേശിൽ വഖഫ് ട്രിബ്യൂണൽ പിരിച്ചുവിട്ടു. കാരണം അവര് ഒരു ഗ്രൂപ്പ് അഹമ്മദീയ മുസ്ലിംസിനെ അല്ലെന്ന് അങ്ങ് പ്രഖ്യാപിച്ചു വഖഫ് ട്രിബ്യൂണൽ. അപ്പോൾ ഈ നിയമക്കുരുക്ക് ഇത്ര സ്ട്രോങ് ആയിട്ട് നിൽക്കുമ്പോൾ അതിന് ഭേദഗതി ചെയ്യാനായിട്ടുള്ള സംവിധാനങ്ങൾ ആദ്യം ഉണ്ടായേ പറ്റൂ. അതിന് ഈ രാഷ്ട്രീയ തലത്തിൽ ഇവർ മൂവ് ചെയ്യണം. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് സാറ് പറഞ്ഞതുപോലെ മഹാചതിയാണ്. നിരന്തരമായിട്ട് ആളുകളോട് വന്ന് നുണ പറയുക, അപ്പുറത്ത് പോയിട്ട് മറച്ച് ചെയ്യുക, പിന്നെയും വന്ന് നുണ പറയുക. പിന്നെ പക്ഷെ ഇത് കേട്ട് ഇവർ വിശ്വസിക്കുന്നു എന്നുള്ളത് നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇത് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നുള്ളത് മറ്റൊരു കാര്യം. ഇവരെല്ലാം പിന്നെയും പറയുന്നത് കേട്ട് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്കൊരു കാണുമ്പോൾ ഒരു അസ്വസ്ഥത തോന്നുകയാണ്.
ഈ വാസ്തവത്തിൽ ഈ ഈ ഗവൺമെന്റ് ഇപ്പോൾ ഒരു കമ്മീഷനെ വെച്ചിട്ടുണ്ടല്ലോ. ഈ കമ്മീഷനെ വെച്ചിട്ട് പഠിക്കാന്ന് വിചാരിക്കും. ഈ കമ്മീഷനിൽ സാറ് കൊണ്ടുവന്ന ഈ ഡോക്യുമെന്റ് ഉപകാരപ്രദമാകുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അവരത് പഠിക്കണമല്ലോ നിശ്ചയമായിട്ടും. പിന്നെ എൻ്റെ ഒരു ഒബ്സർവേഷൻ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഈ സിദ്ദിഖ് സേഠിന് വഖഫ് എന്താണെന്ന് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഈ സിദ്ദിഖ് സോട്ട് കൊടുത്തു എന്ന് പറയുന്ന ആധാരത്തിൽ വഖഫ് എന്ന് എഴുതിയിട്ടുണ്ട്, അത് കണ്ടീഷനിലുമാണ്. അപ്പൊ അയാൾക്ക് എങ്ങനെയാണ് വഖഫ് എന്നറിയാവുന്നത്? ഇവര് പറയുന്ന കോൺഗ്രസ് സർക്കാർ ഉണ്ടാക്കിയിരിക്കുന്ന വഖഫ് നിയമം സിദ്ദിഖ് സേഠിന് അറിയത്തില്ല. അപ്പൊ അങ്ങനെയുള്ള അറിയത്തില്ലാത്ത ആ ഒരു സാധനം എങ്ങനെയാണ് ഈ നിയമത്തിന്റെ പരിധിയിൽ വന്നിട്ട് ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതാണ് ഇതിന്റെ പ്രശ്നം. അപ്പോ മാത്രമല്ല ഈ എന്താണ് സിമ്പിളായിട്ട് തീരുന്നൊരു പ്രശ്നമായിട്ട് ഞാൻ ഈ മുൻപ് പ്രശ്നത്തെ കാണുന്നില്ല. കാരണം ഈ നിയമം ഭേദഗതി ചെയ്താൽ പോലും ഈ ഫറൂഖ് കോളേജ് ഒരു ട്രസ്റ്റാണ്. അതിന്റെ ഭൂമി എന്ന് പറയുന്നത് അവരുടേതായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി തിരിച്ച് രജിസ്റ്റർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. നേരെ മറിച്ച് ഇതൊന്നും അല്ല എന്ന് പ്രസ്താവിച്ചെടുക്കാമെങ്കിൽ ഈ പറഞ്ഞ സാറ് കൊണ്ടുവന്ന ഡോക്യുമെന്റ് അനുസരിച്ച് ഇത് ഈ ട്രസ്റ്റിന്റെ ഒന്നും അല്ല എന്ന് സ്ഥാപിക്കാൻ സാധിക്കുമെങ്കിൽ ഈ പറഞ്ഞതുപോലൊക്കെ കൊണ്ടുപോകാൻ സാധിക്കുമെന്നാണ് ഞാൻ കരുതുന്നതിനെ കുറിച്ച്. ഒരു രീതിയിൽ പറഞ്ഞാൽ അവിടെ വെച്ചാണ് ഒരു വലിയ ചോദ്യം ഉയരുന്നത്. എന്ന് വെച്ചാൽ പല കോണുകളിലും പലരുടെയും അഭിപ്രായങ്ങൾ കേട്ടതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് വഖഫിനെ അങ്ങ് മാറ്റി നിർത്തുന്നു, മുനമ്പം മാത്രം ഒരു പ്രശ്നമാകുന്നു, മുനമ്പത്തെ എടുത്തു കാണിക്കുന്നു. വഖഫ് എന്ന് പറയുന്ന ആ സംഗതിയെ അവിടെ പറയാൻ തയ്യാറാകുന്നില്ല. അതിനെ ഗ്രാജുവലായി അവിടുന്ന് ആ വാക്ക് തന്നെ എടുത്തു മാറ്റുന്നു. എന്ന് വെച്ചാൽ വഖഫ് ബോർഡിനെ എല്ലാ അർത്ഥത്തിലും സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന ഒരു കാഴ്ച മുനമ്പത്ത് കണ്ടു തുടങ്ങുന്നുണ്ടോ എന്നുള്ള ഒരു സംശയം ഉയരുന്നു. എന്താണ് ശ്രീ സ്റ്റാലിൻ ദേവൻ, എന്താണ് വഖഫിനെ മാറ്റി നിർത്തിയുള്ള ഒരു സമരത്തിലേക്ക് മുനമ്പത്തെ മാത്രം ഉയർത്തിക്കാട്ടി നമുക്ക് എന്താണ് അവിടെ നേടാൻ കഴിയുന്നത്? ഇത് ഒരു 6 മാസം മുമ്പൊക്കെ ആണെങ്കിൽ ഈ ഡയലോഗൊക്കെ ഇവർ അടിച്ചു കഴിഞ്ഞാൽ അത് ഇവിടെ നടക്കുമായിരുന്നു. കാരണം ആൾക്കാർക്ക് എനിക്ക് പോലും ഈ വഖഫ് എന്താണെന്ന് അറിയില്ലായിരുന്നു. ഒരു 5 മാസം മുമ്പ് പഠിച്ചിട്ടാണ് ഈ വഖഫ് വോട്ട് ഇങ്ങോട്ട് തുടങ്ങി വന്നത്. അപ്പോ അന്നൊക്കെ ഇവർക്ക് വന്ന് എന്ത് വേണമെങ്കിലും ഡയലോഗ് അടിച്ചിട്ട് പോകാം. ഇപ്പൊ ഈ ഡയലോഗ് മാക്സിമം അടിക്കുന്നത് VD സതീശൻ. മുനമ്പം വേറെ, വഖഫ് ആക്ട് വേറെ. ഇത് തികച്ചും ശുദ്ധ അസംബന്ധമാണ്. കാരണം ഈ വഖഫ് ആക്ടിന്റെ സെക്ഷൻ 40 പ്രകാരമാണ് ഈ ക്ലെയിം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോ ഈ ഒരു വഖഫ് ആക്ടേ ഇല്ലാതിരുന്നു എങ്കിൽ ഈ വഖഫ് ബോർഡിന് ഈ വസ്തു വഖഫാണെന്നും പറഞ്ഞ് നേരെ സിവിൽ കോടതിയെ പോകേണ്ടിയിരുന്നേ. നേരത്തെ 1995 മുമ്പായിരുന്നു എങ്കിൽ വഖഫ് ബോർഡിന് അങ്ങനെ ക്ലെയിം ഉണ്ടെങ്കിൽ അവരത് നേരെ സിവിൽ കോടതിയിൽ പോയി അത് സ്ഥാപിക്കുന്ന രേഖകളും ഹാജരാക്കി അവരവിടെ കാത്തു കിടക്കണമായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഫറൂഖ് കോളേജും മുനമ്പക്കാരും അതിൽ കക്ഷിയിലാണ്. എത്രയെങ്കിലും വർഷങ്ങൾ എടുത്ത് ഒരു തീരുമാനമായി അതിന്റെ അപ്പീലും കഴിഞ്ഞിട്ട് ഫൈനലി ആയിരുന്നു എക്സിക്യൂഷൻ വരുമായിരുന്നു. പക്ഷേ ഈ വഖഫ് ആക്ടിന്റെ സെക്ഷൻ 40 പ്രകാരം എന്ത് പറ്റി? മുനമ്പത്തെ ആൾക്കാർ പോലും അറിയാതെ, ഒരു നോട്ടീസ് പോലും കിട്ടാതെ അവരുടെ വസ്തു വന്നിട്ട് നേരെ വഖഫ് ആസ്തിയായിട്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ടു. എക്സിക്യൂഷൻ നടപടിയാണ് ആദ്യം നടത്തിയത്. അതായത് ഇവർക്കുള്ള എല്ലാ ആ വസ്തുവിന്മേലുള്ള കരം തീർക്കാനുള്ള അവകാശം പോലും ഇല്ലാതെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എക്സിക്യൂഷൻ. അപ്പോ ഈ മുനമ്പം വേറെ, ഈ വഖഫ് ആക്ട് വേറെ എന്ന് പറയുന്ന നേതാക്കന്മാർ ഇതിനാണ് അനുസൃതരായത്. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും മുനമ്പത്തെയും വഖഫ് ആക്ടിനെയും രണ്ടാണെന്ന് ഒരിക്കലും പറയാൻ പാടില്ല. പക്ഷെ അവരെന്താ പറയുന്നത്? അവിടെ വന്നിട്ട് മയക്കം വെച്ചിട്ട് വിളിച്ചു പറഞ്ഞിട്ട് പോകുന്നില്ലാതെ ഇതിനെ ശക്തിയുക്തം ഇത് പഠിച്ചിട്ട് എതിർക്കുന്ന ആൾക്കാരെ മുമ്പ് ഒരു ഡിബേറ്റിന് തയ്യാറാവും. VD സതീശൻ എന്റെ കൂടെ കേട്ട, അല്ലെങ്കിൽ ഫാദറും ഇപ്പൊ പഠിച്ചിട്ടിരിപ്പുണ്ട്. ഇങ്ങനെ നമ്മുടെ ജോഷി മയ്യാറ്റിൽ ഫാദർ, ഇങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് ഇവര് ഡിബേറ്റിന് തയ്യാറുണ്ടോ? പിന്നെ 10 മിനിറ്റിനകം തീർക്കാന്നല്ലേ പറയുന്നത്? അങ്ങനെ ഒരു പ്രൊവിഷൻ ഇല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഫാദർ പറഞ്ഞതുപോലെ സർക്കാർ വിചാരിച്ച തീരില്ല ഫാദർ. എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവരെല്ലാം കൂടെ സഹകരിച്ച് ഒരു തീരുമാനം എടുത്താൽ തന്നെ അടുത്ത മിനിറ്റിൽ ഈ വഖഫ് സംരക്ഷണ സമിതി ഇതിനൊക്കെ സ്റ്റേ ചെയ്യണമെന്നും പറഞ്ഞ് കോടതിയെ സമീപിച്ച് എന്ത് ചെയ്യും? അതേസമയം ഒരു വഖഫ് ട്രിബ്യൂണലിൽ നിന്നൊരു വിധി കിട്ടുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഫൈനൽ ആൻഡ് ബൈൻഡിങ് ഓൺ ആൾ പാർട്ടീസ്. ഇപ്പൊ ഫാദർ പറഞ്ഞതുപോലെ സെക്ഷൻ 40 പ്രകാരം വഖഫ് ബോർഡ് തീരുമാനിച്ചു, ബട്ട് അണ്ടിൽ ഇറ്റ് ഈസ് റിവേഴ്സ്ഡ് ബൈ ദ ട്രിബ്യൂണൽ. അപ്പൊ അത് മാത്രമാണ് നമ്മളെ ഏക ആശ്രയം.
രാഷ്ട്രീയക്കാരന് എന്തെങ്കിലും പരിഹാരം നിർദ്ദേശിച്ച് നടപ്പിലാക്കിയാലും ഈ വഖഫ് സംരക്ഷണ സമിതിക്ക് പോയിട്ട് ഇറ്റ് ക്യാൻ ബി ചാലഞ്ച് ബിഫോർ എ കോർട്ട് ഓഫ് ലോ. അപ്പോ ഇപ്പൊ വേണമെങ്കിൽ കണ്ണി പൊടിയിടാൻ. ഇനിയിപ്പോ എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം വരാൻ പോകുന്നത് ഈ ട്രിബ്യൂണല് അടുത്തിടെ അങ്ങനെ ഈ കേസ് കേൾക്കുമെന്നുള്ളതാണ്. കാരണം ഇപ്പോ UDF LDF ഭരിക്കുന്ന സമയമാണ്. അവർ വിചാരിക്കും തൽക്കാലം ഇതിന്റെ ഒരു ട്രയലും ഉത്തരവൊന്നും വരണ്ട, ഞങ്ങളെ സമയത്ത് വരണ്ട. UDFകാർ വരുമ്പോൾ അവരും വിചാരിക്കും ഞങ്ങളെ സമയത്ത് വരണ്ട. കാരണം വഖഫ് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിങ്ങളെ എതിരാക്കുന്ന ഒരു ഇതായിരിക്കും. വഖഫ് ആണെന്ന് പറഞ്ഞാൽ അത് ബാക്കിയുള്ള കേരളത്തിലെ എല്ലാ ജനങ്ങളെയും ഇറസ്പെക്റ്റീവ് ഓഫ് റിലീജിയൻ എല്ലാവരെയും ശത്രുക്കളാക്കുന്ന ഒരു ഇത് വരും. അതുകൊണ്ട് ഇനി ഈ വഖഫ് ട്രിബ്യൂണലിൽ വന്നിട്ട് ഇതിൽ കൈവയ്ക്കുമോ എന്നുള്ളതാണ് എന്നെ ഇപ്പോ ഭയപ്പെടുത്തുന്ന ഒരു ഇഷ്യൂ. അല്ലെന്നുണ്ടെങ്കിൽ ഒരാഴ്ചക്ക് വഖഫ് ട്രിബ്യൂണലിൽ കേസ് വാദം കേട്ട് വിധി പറയാനുള്ളതേ ഉള്ളൂ. അത് ഫൈനലായിരിക്കും. ആർക്ക് ഈ വഖഫ് സംരക്ഷണ സമിതിക്ക് പിന്നെ അതിനെ ചലഞ്ച് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ് അതിലുള്ള ഒരു വസ്തുത. പിന്നെ ആന്ധ്രാപ്രദേശിലെ പിരിച്ചുവിട്ടത് 6 മാസത്തേക്കാണ് ഫാദർ. അതിന് വഖഫ് ആക്ടിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. അല്ല പിരിച്ചെന്നേക്ക് പിരിച്ചുവിട്ടതല്ല. ഇതിന്റെ പ്രവർത്തനം ശരിയില്ലാന്ന് തോന്നുമെങ്കിൽ സർക്കാരിന് 6 മാസത്തേക്ക് ഇത് ടേക്ക് ഓവർ ചെയ്യാം. വീണ്ടും വേണമെങ്കിൽ 6 മാസത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. പക്ഷെ ഫൈനലി ഇത് തിരിച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ രീതിക്കുള്ള ഇതാണ് ഇപ്പൊ ഇവരൊക്കെ ചെയ്തിരിക്കുന്നത്. തന്നെ വഖഫ് ആക്ടിന്റെ വ്യവസ്ഥകൾക്ക് അകത്ത് നിന്നുകൊണ്ടുള്ള ഓരോ മാർഗങ്ങളാണ് ഈ സർക്കാരുകൾ തേടിയിട്ടുള്ളത്, ആന്ധ്രാപ്രദേശ് ഉൾപ്പെടെ. അപ്പോ ഇപ്പോ എന്നിട്ട് നമ്മൾ വഖഫ് ആക്ട് ഡ്രാക്കോണിയൻ ലോ ആണ്, സമ്മതിച്ചു. പക്ഷെ അതിനകത്ത് ദൈവം സഹായിച്ചിട്ട് ഇവർക്ക് ഇങ്ങനെ ഒരു ഡോക്യുമെന്റും കിട്ടിയിട്ടുണ്ട്. അവർക്ക് കൺക്ലൂസീവ്ലി പ്രൂവ് ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ കേരള സമൂഹം, മലയാളി സമൂഹം ഒന്നടങ്കം ഈ ആമിനെ കുറിച്ചിട്ടും ആ ഡോക്യുമെന്റിനെ കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ യു ക്യാൻ പുട്ട് ദ വഖഫ് ട്രൈബ്യൂണൽ ഇൻ ടു എ ഡിഫെൻസീവ് പൊസിഷൻ. രഹസ്യമാണെങ്കിൽ അവിടെ വരാൻ പോകുന്ന വിധിയും രഹസ്യമായിരിക്കും. അതുകൊണ്ട് ഈ ആമിനയുടെ കഥയ്ക്കും മാക്സിമം പ്രചാരം കൊടുക്കണം. അത് വഖഫ് ട്രൈബ്യൂണലിന്റെ ശ്രദ്ധയിൽപ്പെടുത്തണം. വഖഫ് ട്രൈബ്യൂണലിൽ ഈ ബോധം വരണം. ഈ കഥ ലോകത്തിന് അറിയാൻ ഞങ്ങൾക്ക് പെട്ടെന്ന് ഇതിനെതിരായിട്ട് പറയാൻ സാധിക്കില്ല. കാരണം നമ്മളെ 1870 കോൺട്രാക്ട് ലാ പ്രകാരം ഒരു മൈനർക്ക് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റത്തില്ല. എപ്പോഴും അങ്ങനെ ആരെങ്കിലും ഓൺ ബിഹാഫ് ഓഫ് അവർക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ അത് അവർക്ക് കോടതി ചലഞ്ച് ചെയ്യാം. അത് ഇങ്ങനെ വ്യക്തമായിട്ട് നിൽക്കുന്നത് കൊണ്ട് ദൈവം സഹായിച്ച് കിട്ടിയ ഒരു അവസരമാണ്. അതുകൊണ്ട് ആ രീതിക്ക് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ട് പോവുക. ഇതിന് മാക്സിമം പരസ്യം കൊടുക്കുക. വഖഫ് ട്രിബ്യൂണലിന് ചിന്തിക്കാൻ പോലും നമ്മൾ അവസരം കൊടുക്കരുത്. മുനമ്പം വസ്തു ഒരു വഖഫാണെന്ന് പറയാം. പിന്നെ കണ്ടീഷൻസ് ഉണ്ട്. ആ ഡോക്യുമെന്റ് തന്നെ ക്രയവിക്രയത്തിന് അത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ബാധിക്കാം. തിരിച്ചു വരും എന്നുള്ളൊരു ക്ലോസ് വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ബാധിക്കാം. പിന്നെ ഇതൊരു പാട്ടവസ്തുവായിരുന്നു, അത് നമുക്ക് ബാധിക്കാം. ഇതെല്ലാം കൂടി പറയുമ്പോൾ പിന്നെ മുനമ്പ് ഒരു വഖഫാണെന്ന് ഇനി വഖഫ് ബോർഡിനോ, ഇതിപ്പോ അവർ പറയാൻ വേണ്ടി പറയുന്നതല്ല, വഖഫ് ബോർഡിനോ വഖഫ് ട്രിബ്യൂണലിനോ പറയാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസം ഞാൻ ഈ സിദ്ദിഖ് സെട്ടുവിന്റെ കുടുംബക്കാര് TV വന്നെന്തോ പറയാനുണ്ട്. അതിൽ ഈ ഡീഡ് നടന്ന 1952 അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ ഡീഡ് എന്നാണ് നടന്നതെന്ന് പോലും അറിയാത്ത കുറെ ആൾക്കാരാണ് വഖഫ് 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 എന്നും പറഞ്ഞിട്ട് ഈ പിറകെ നടക്കുന്നത്. നമ്മളത് ശാസ്ത്രീയമായി പഠിച്ച് ഡിഫെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ ഈ സമരങ്ങളൊക്കെ നടക്കട്ടെ, അതിൽ ഞാൻ എതിരൊന്നുമില്ല. പക്ഷെ നമ്മൾ ആദ്യം പ്രാഥമികമായി ചെയ്യേണ്ട ഈ ട്രൈബ്യൂണലിനെ സമീപിക്കുക എന്നുള്ള ആ ഒരു കൃത്യം ചെയ്യാതെ ഇവിടെ നമ്മൾ നിരാഹാര സമരവും ചങ്ങലയും പ്രതിഷേധ സമരവും പന്തം കൊളുത്തി പ്രകടനമൊക്കെ നടത്തിയിട്ട് ഒരർത്ഥവുമില്ല. അത് മറ്റേ ട്രിബ്യൂണലിനെ സമീപിച്ച് നമ്മളെ കാര്യം വളരെ ശക്തമായ രീതിയിൽ പ്രസന്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ ജനങ്ങളെ ഒക്കെ നമ്മളെ കൂടെ നിർത്താൻ വേണ്ടി ഇതുപോലെയുള്ള സമരമാർഗങ്ങൾ സ്വീകരിച്ച് അതിലൊരു അർത്ഥമുണ്ട്. അല്ലാതെ സമരം കൊണ്ട് മാത്രം വല്ലതും മുരമ്മക്കാർക്ക് സിദ്ധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആന മുട്ട മാത്രമേ കിട്ടൂ, ഒന്നും കിട്ടാൻ പോലില്ല. കാരണം സർക്കാരിന്റെ കൈയും വിലങ്ങണിച്ച് വെച്ചിരിക്കുകയാണെന്നേ. സർക്കാർ ഏത് വകുപ്പ് പ്രകാരം സഹായിക്കും? കാരണം അപ്പുറത്ത് വഖഫ് സംരക്ഷണ സമിതിയുണ്ട്. സർക്കാർ അങ്ങനെ വഖഫ് ആക്ടിന് വിരുദ്ധമായിട്ട് എന്ത് തീരുമാനമെടുത്താലും അടുത്ത നിമിഷം അവർ കോടതി പോയി അതിനെ സ്റ്റേ ചെയ്യും. നമ്മുടെ ഈ ടാക്സ് തരം തീർക്കാനുള്ള പെർമിഷൻ കൊടുത്തത് തന്നെ അവർ സ്റ്റേ ചെയ്തിരിക്കും. അപ്പൊ അത് മുന്നിൽ കണ്ടുകൊണ്ട് വളരെ ശക്തമായിട്ട് ശാസ്ത്രീയമായിട്ട് നിയമപരമായിട്ട് ഈ കേസിനെ അഭിമുഖീകരിക്കുക. എന്നായിരുന്നാലും വിജയം മുനമ്പത്തിനോട് ഒപ്പം തന്നെ ആയിരിക്കും. അവർക്ക് ഒരു പ്രശ്നവും വരാൻ പോകുന്നില്ല. ബട്ട് അവർ ഈ നിയമപരമായ മാർഗം ആദ്യം സ്വീകരിക്കുക, പിന്നെ ഈ രാഷ്ട്രീയപരമായ കാര്യങ്ങളും സമരങ്ങളും ഒക്കെ നടത്തട്ടെ. ആൻഡ് ലീസ്റ്റ് ബോതർ അബൌട്ട് ദാറ്റ്. ബട്ട് പ്രീമിയറിൽ അവർ ആദ്യം ചെയ്യേണ്ട കാര്യം വഖഫ് ട്രിബ്യൂണലിനെ സമീപിക്കുക, നല്ലൊരു വക്കീലിനെ വെച്ചിട്ട് ഇതൊക്കെ അവിടെ പ്രസന്റ് ചെയ്യുക.
ഫാദർ, ഞാൻ മറ്റൊരു കാര്യം ചോദിക്കുന്നത്, നമുക്കറിയാം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരികയാണ്, സംസ്ഥാന തെരഞ്ഞെടുപ്പ് വരികയാണ്. അപ്പോൾ ഈ തിരഞ്ഞെടുപ്പുകൾ വരുമ്പോഴേക്കും വഖഫ് വിഷയം, ഈ മുനമ്പത്തെ വിഷയം വഖഫ് അല്ലാതെയാക്കി മാറ്റി, വഖഫ് അതിനുമായിട്ടൊരു ബന്ധമില്ലാതാക്കി മാറ്റി ഒരു വിഭാഗത്തെ പ്രീതിപ്പെടുത്തുക, അതിനുശേഷം കേവലം എന്തെങ്കിലും ഗിമിക്സുകളൊക്കെ കാണിച്ച് ഞങ്ങൾ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കും എന്ന് പറഞ്ഞ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മുനമ്പത്തെ നേതൃത്വം അങ്ങ് ഏറ്റെടുക്കുന്ന സാഹചര്യം ഉണ്ടാവുക. അതിൽ നമുക്കറിയാം സഭയിലെ പല സംഘടനകളും അതുപോലെ പ്രമുഖരായ പല ആളുകളും ആ ജനങ്ങൾക്ക് വേണ്ടി മുന്നിട്ടിറങ്ങിയതാണ്, ഒരുപാട് കാര്യങ്ങൾ ചെയ്തതാണ്. പല ആളുകളും അതിനെ വിമർശിച്ച കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്, പല പ്രസ്താവനകൾ ഇറക്കിയതെല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ ഒരു തരത്തിലേക്ക് ഒരു ശക്തമായ ഒരു മുന്നേറ്റമായി വന്ന് അത് അങ്ങ് ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി മാറിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് എത്രത്തോളം നല്ലതായിരിക്കുമെന്നാണ് കരുതുന്നത്? എങ്ങനെയായിരിക്കും അതിന്റെ പരിസമാപ്തി? നമ്മുടെ കേരളത്തിലെ നിലവിലുള്ള സംവിധാനം അനുസരിച്ച് ഇപ്പോൾ റോബിൻ പറഞ്ഞതിന് എല്ലാ സാധ്യതയുണ്ട്. കാരണം നമ്മുടെ ആളുകൾക്ക് ജനാധിപത്യം ഒരു അടിമത്തമാണ്, അല്ലാതെ അവബോധമല്ല. നമ്മളെന്തോ ദൈവത്തിൽ വിശ്വസിക്കുന്നത് പോലെ ഒരു പാർട്ടിയിൽ വിശ്വസിക്കുന്നു, അതിനേക്കാൾ കൂടുതലായിട്ടൊരു പാർട്ടി വിശ്വസിക്കും. കാരണം ഒരു ചോയ്സ് വരുമ്പോൾ പാർട്ടി ചൂസ് ചെയ്യണമോ ദൈവത്തെ ചൂസ് ചെയ്യണമോ ചോദിക്കുമ്പോൾ പലരും പാർട്ടിയാണ് ചൂസ് ചെയ്യുന്നത്. അതിനാണ് പ്രിഫറൻസ് നമ്മുടെ പ്രവർത്തനങ്ങളിലൊക്കെ. അതുകൊണ്ട് തന്നെ ഈ ഈ കൂടെ നടക്കുന്ന ആളുകൾ പോലും പലരും ഈ ജനാധിപത്യത്തിൽ അവൻ്റെ വോട്ട് കൊടുക്കാനായിട്ട് വരുമ്പോൾ ഈ കൂടെ ഉണ്ടാകുന്നൊന്നും വലിയ പ്രതീക്ഷയൊന്നും, അങ്ങനെ വലിയ പോസിറ്റീവ് ചിന്തയൊന്നും എനിക്കില്ല. കാരണം അങ്ങനെയുള്ള ഒരു അവയർനെസ് ഇതുവരെ ഉണ്ടായിട്ടില്ല. വാസ്തവത്തിൽ ഇന്ത്യയിലുള്ള ഒരു പൗരനും ഒരു മത കോടതിയുടെ മുമ്പിൽ പോയി ഒച്ചാനിച്ചിരിക്കാനുള്ള ഇട വരരുത്. അത് ജനാധിപത്യമല്ല. നമ്മളൊരു മതേതര രാജ്യമാണ്. ആ സംവിധാനത്തിലെ ഒരു കോടതിയല്ല നമ്മുടെ ജഡ്ജ്മെന്റ് പറയേണ്ടത്. സുപ്രീം കോർട്ട് പറയട്ടെ, അല്ലെങ്കിൽ ഹൈക്കോർട്ട് പറയട്ടെ. അതിനുള്ള നിയമം ഉണ്ടാക്കാനായിട്ടുള്ള തയ്യാറല്ലാത്ത രാഷ്ട്രീയക്കാർ നമ്മുടെ പടി കടന്നു വരാൻ പാടില്ല. കാരണം അവര് നമ്മളെ രക്ഷിക്കാനിരിക്കുന്നവരല്ല, അവർ നമ്മളെ ശിക്ഷിക്കാനിരിക്കുന്നവരാ. ഈ ഒരു നമ്മുടെ കേരള സംസ്കാരത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യ സംസ്കാരത്തിന്റെ ഒരു പ്രത്യേക ഒരു 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 കൾച്ചറാണ് വീരാരാധന എന്ന് പറയുന്നത്. നമുക്കറിയാലോ, പല സിനിമാ നടന്മാരുടെ പേരിലൊക്കെ ഇവിടെ അമ്പലങ്ങളുണ്ട്. അപ്പൊ ഈ പശ്ചാത്തലത്തിൽ ഇതൊക്കെ നമ്മുടെ വീരപുരുഷന്മാരായിട്ട് മാറുകയാണ്. ഇങ്ങനെ കലാപരിപാടിക്ക് പ്രത്യക്ഷപ്പെടുക, സ്തുതി മേടിച്ചുകൊണ്ട് തിരിച്ചു പോവുക, എന്നിട്ട് കാര്യം ചെയ്യേണ്ടി വരുമ്പോൾ ഒരു കാര്യം ചെയ്യാതിരിക്കുക, നേരെ ഓപ്പോസിറ്റ് ചെയ്യുക അവരുടെ കാര്യങ്ങൾ. എന്തിനാ CAA-ക്കെതിരെ കേരളത്തിൽ വോട്ട് ചെയ്തത്? അവിടെ മതമർദ്ദനം നടന്ന ആളുകളല്ലേ ഇങ്ങോട്ട് വരുന്നത്. അവർക്ക് എതിരെ എന്തിനാണ് അങ്ങനെ വേണ്ടെന്ന് പറഞ്ഞ് ഇവിടെ ഉള്ളവർ എന്തിനാണ് വോട്ട് ചെയ്യുന്നത്? അല്ലെങ്കിൽ ഈ ഇതിന് ഇവിടെയുള്ള എൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം, ശരിക്കും ക്രിസ്ത്യൻ ഹിന്ദു വോട്ടുകൾ കൊണ്ട് മാത്രം ജയിച്ച MLA-മാരെല്ലാം പോയിട്ട് എന്തിനാണ് ഈ വഖഫ് ആക്ട് അമെൻമെന്റിനെതിരെ വോട്ട് ചെയ്തത്? അതിനുശേഷം ഭരണഘടനയും പൊക്കി പിടിച്ചോണ്ടിങ്ങനെ നടക്കുകയാണ്. ആരാന്നറിയാമോ? 2013 ആയപ്പോഴേക്കും, മെയ് ആയപ്പോഴേക്കും 106 അമെൻമെന്റ് നടത്തിയവരാണ് ഈ വകുപ്പ് ഇതും പിടിച്ചോണ്ട് നടക്കുന്നത്, ഭരണഘടന സംരക്ഷണം നടത്തവേ. അപ്പൊ ഇങ്ങനെയുള്ള ഈ വളരെ ഹിപ്പോക്രറ്റിക് ആയിട്ടുള്ള ഈ സംവിധാനത്തിൽ ആളുകൾ കണ്ടിട്ട് ഇത് തെറ്റാണ്, അല്ലെങ്കിൽ ഇത് നമ്മളെ ചതിക്കലാണെന്നുള്ള അവബോധം ഉണ്ടാകാത്തിടത്തോളം കാലം ഇവിടെ ഒരു മാറ്റം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല വ്യക്തിപരമായിട്ട്. ശ്രീ സ്റ്റാലിൻ ദേവൻ, നമുക്കറിയാവുന്നതുപോലെ ഇത് കൃത്യമായി ഒരു സെക്കുലർ രാജ്യത്ത് ഇതുപോലുള്ള നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചതിന് ശേഷം നമ്മൾ അവിടെയുള്ള ഇപ്പൊ മുനമ്പത്തെ ആളുകൾ എല്ലാവർക്കും ഈ നിയമം അറിയാം, കേരളത്തിലെ എല്ലാവർക്കും ഈ നിയമം അറിയാം, എന്തൊക്കെയാണ് ഇവർ കാണിച്ചു വെച്ചത് എന്നുള്ള വളരെ വ്യക്തമായിട്ടറിയാം. ഇതൊരു സെക്കുലർ രാജ്യമാണ്. അവിടെ ഇതുപോലുള്ള ഒരു നിയമങ്ങൾ ഉണ്ടാക്കി വെച്ച രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വന്ന് കണ്ണിൽ പൊടിയിടുമ്പോൾ ചിലരെല്ലാം അതിലേക്ക് വഴുതി വീണ് പോകാനുള്ള സാഹചര്യം ഉണ്ടാവുക എന്ന് പറയുന്നത് അത് തന്നെയല്ലേ ശരിക്കും ഈ വഖഫ് ചെയ്യുന്നതിന്റെ കഴിഞ്ഞ് ക്രൂരതയാണ്, ഒരു ബോധമില്ലായ്മ കാണിക്കുക എന്നുള്ള പറയുന്നത്. അങ്ങനെയൊക്കെ ചെയ്യുന്നത് തന്നെ ഒരു പക്ഷേ എത്രത്തോളം ഭീകരമാണ്. കാരണം ആളുകൾക്കറിയാം ഇത്, എന്നിട്ടും അവർ ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ അവർ പറയുന്ന കാര്യങ്ങളിൽ, അവർ കാണിക്കുന്ന ഗിമിക്സുകളിൽ വിശ്വസിച്ചു പോകുന്നത് അത് വളരെ ശോചനീയമായ ഒരു അവസ്ഥയല്ലേ? ഞാൻ ഈ ഭരണഘടന എനിക്ക് നൽകിയ ഏറ്റവും വലിയ ഒരു റൈറ്റ് എന്ന് പറയുന്നത് എൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. എവിടെ പോയി എൻ്റെ മനസാക്ഷിക്ക് ബോധ്യമുള്ള കാര്യം വിളിച്ചു പറയാനുള്ള ഒരു അവകാശം.
ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ചേരുന്നതോടുകൂടി ഏത് പാർട്ടി ആയിക്കോട്ടെ ഈ ഇന്ത്യൻ ഭരണ നമുക്ക് തരുന്ന ആ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം എടുത്ത പാർട്ടി ഓഫീസിൽ വെച്ചു കൊടുത്തിട്ടാണ് ഈ പാർട്ടി പ്രവർത്തനം നടത്തുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോഴൊക്കെ ലജ്ജ തോന്നാറുണ്ട്. അവർക്ക് വളരെ 100% ബോധ്യമുണ്ട് ഇത് തെറ്റാണ്, ശരിയല്ല. എങ്കിൽ തന്നെയും അത് തെറ്റിനെ ശരിയായി സമർത്ഥിക്കാൻ ഈ രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ നിർബന്ധിതരാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും നക്കാപ്പിച്ച, ഞങ്ങളവിടെയൊക്കെ നക്കാപ്പിച്ച എന്നാണ് പറയുന്നത്, നിങ്ങളവിടെയൊക്കെ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല, കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ മാത്രമാണ് ഈ രാഷ്ട്രീയ സേവകർ നടത്തുന്നത്. പിന്നെ എനിക്ക് ഇത് കേരളത്തിൽ വീണ്ടും ആദ്യമായിട്ട് പറയുന്നത് ഞാനാണ്, ഫാദർ കൂടെ ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ ഈ വഖഫ് ആക്ട് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അവിടെ ഈ നമ്മുടെ സിവിൽ പ്രൊസീജിയർ കോഡ് അവിടെ ബാധകമല്ല, അതുപോലെ തന്നെ ഇന്ത്യൻ എവിഡൻസ് ആക്ടും ബാധകമല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തായിരിക്കും ബാധകം? എന്തെങ്കിലും ഒരു നിയമം കാണും, റൂളും കാര്യങ്ങൾ വേണമല്ലോ ഒന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിനെപ്പറ്റി നോക്കിയപ്പോഴാണ് ഈ വഖഫ് ആക്ടിന്റെ ചാപ്റ്റർ 3, അതായത് വഖഫ് കൗൺസിലിനെ സംബന്ധിക്കുന്ന നിയമങ്ങൾ മാത്രമേ, റൂൾസ് മാത്രമേ സെൻട്രൽ ഗവൺമെന്റ് ഉണ്ടാകൂ. ബാക്കിയുള്ള ഓരോ വഖഫ് ബോർഡിനെയും സംബന്ധിക്കുന്ന, വഖഫ് ട്രിബ്യൂണലിനെ സംബന്ധിക്കുന്ന അതാത് സ്റ്റേറ്റിലെ റൂൾസ് ഉണ്ടാക്കുന്നത് അതാത് സ്റ്റേറ്റുകളാണ്. അപ്പൊ ഈ റൂൾസ് വന്നിട്ട് ഓരോ സ്റ്റേറ്റിലും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഇതിൽ കാലതാമസം, ഇങ്ങനെ ഈ സ്റ്റേറ്റുകൾ ഈ റൂൾസ് ഉണ്ടാക്കുന്നതിൽ കാലതാമസം വരുത്തിയപ്പോൾ നജ്മ ഹെപ്തുള്ള മന്ത്രിയായിരുന്ന സമയത്ത് BJP സർക്കാർ തന്നെ ഒരു ഡ്രാഫ്റ്റ്, ഒരു മോഡൽ വഖഫ് റൂൾസ് ഉണ്ടാക്കി എല്ലാ സ്റ്റേറ്റിനും അയച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ഇതിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി നിങ്ങൾക്ക് അത് ഇംപ്ലിമെന്റ് ചെയ്യാം. അപ്പോൾ എന്നെ ഞെട്ടിച്ച ഒരു സംഭവം, ഈ വഖഫ് അനുകൂലികൾ എല്ലായിടത്തും വന്ന് വിളിച്ച് പറയാറുണ്ട്, അതിലിരിക്കുന്ന ചെയർമാൻ എന്ന് പറഞ്ഞ ഡിസ്ട്രിക്ട് ജഡ്ജാണ്, അത് മുസ്ലിം അല്ല, ഹിന്ദുവാണ്, ക്രിസ്ത്യാനിയാണ്, ഞങ്ങൾ ഒരിക്കലും അവിടെ മുസ്ലിം ജഡ്ജിനെ വെക്കാറില്ല. ഇത് മനഃപൂർവ്വമായിരുന്നു. എന്താണ് അവിടെ നടക്കുന്ന നടപടിക്രമമാണെന്ന് അറിയാം. എവരി ഫൈനൽ മാറ്റർ വിൽ ബി ഡിസൈഡഡ് ബൈ ദ ഫുൾ ബെഞ്ച്. അതായത് അന്ത്യമായിട്ടുള്ള ഒരു കേസിന്റെ അവസാനത്തെ ആ വാദങ്ങളും കാര്യങ്ങളും കേൾക്കുന്നത് 3 അംഗ ബെഞ്ചായിരിക്കും, ഫുൾ ബെഞ്ചായിരിക്കും. അതിൽ ആരൊക്കെ ഉള്ളത്? ഒന്ന് നമ്മുടെ ഡിസ്ട്രിക്ട് ജഡ്ജ്, രണ്ടാമത് വന്നിട്ട് തലേക്കെട്ട്, മൂന്നാമത് വന്നിട്ട് ADM. ഈ ADM എന്ന് പറയുന്നത് നല്ല പ്രായത്തിൽ ഡൈനിങ് ഹാർബത്തിൽ 10ാം ക്ലാസ് പാസ്സായ ഒരു വ്യക്തിക്ക് കിട്ടിയാലും ഭാവിയിൽ ADM ആയിരുന്നു വരാം. അപ്പൊ ഈ 3 പേരും കൂടി ഇരുന്ന് കേട്ടിട്ട് അതില് ഒരു അഭിപ്രായ ഡിവിഷൻ ഓഫ് ഒപ്പീനിയൻ വന്നു കഴിഞ്ഞാൽ ദ ഡിസിഷൻ ഓഫ് ദ മെജോറിറ്റി ഷാൽ പ്രിവെയിൽ എന്നാണ് അതിൽ എഴുതിയിട്ടുള്ളത്. അതായത് ഒരു വാദം കേൾക്കുമ്പോൾ ജഡ്ജി ഒരു അഭിപ്രായം പറയുകയും ADM-ഉം മറ്റേ മുസ്ലിം മതപണ്ഡിതനും കൂടെ ചേർന്ന് മറ്റൊരു തീരുമാനം പറയുകയും ചെയ്യുകയാണെങ്കിൽ ഈ രണ്ടാമത്തെ ഡിസിഷൻ ആയിരിക്കും ഫൈനൽ, ജഡ്ജി ഔട്ട്. ഇത് കേരളത്തിലെ എത്ര ആൾക്കാർക്ക് അറിയാം? ഞാൻ തന്നെ ഇത് മനസ്സിലാക്കിയിട്ട് ഒരു 2 ആഴ്ച കൂടുതലായിട്ടില്ല. അപ്പൊ ഇങ്ങനെ ഗൂഢമായ ഒരുപാട് കാര്യങ്ങൾ, ഒരു വ്യക്തിയുടെ വസ്തു പിടിച്ചെടുക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനുള്ള സർവ മാർഗങ്ങളും പലയിടത്തായിട്ടാണ് ഒളിപ്പിച്ചു വെച്ചത്. അത് വളരെ സൂക്ഷ്മമായിട്ട് പഠിച്ചാൽ മനസ്സിലാവും. ഒരിടത്ത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു വശത്തൂടെ എടുക്കാൻ വേണ്ടി അങ്ങനെ 100% വസ്തു എടുക്കണമെന്ന് തീർച്ചപ്പെടുത്തി കഴിഞ്ഞാൽ എടുത്തിരിക്കും എന്നുള്ളതാണ്. പക്ഷെ മുനമ്പംകാരുടെ കാര്യത്തിൽ എനിക്ക് വളരെ ശുഭപ്രതീക്ഷയുണ്ട്. ആ ഒറ്റ പ്രമാണങ്ങളിലൂടെ ഇനി വഖഫ് ബോർഡിനോ വഖഫ് ട്രൈബ്യൂണലിനോ അതൊരു വഖഫാണെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങളൊക്കെ മാക്സിമം ഇത് പരസ്യം കൊടുക്കണം. ഇങ്ങനെ ഒരു കണ്ടുപിടുത്തമുണ്ട്, ഇതാണ് തീരുമാനിക്കാൻ പോകുന്നത്. അങ്ങനെ വരുമ്പോൾ ഇതിന്റെ ട്രയൽ നടക്കുന്ന സമയത്ത് വഖഫ് ട്രിബ്യൂണലിന് പോലും പെട്ടെന്നൊന്നും ഇതിനെ ഓവർലുക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് എനിക്ക് 100% വിശ്വാസം. ഫാദർ, മറ്റൊരു കാര്യം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ആയിരക്കണക്കിന് കേസുകളാണ് ഈ വഖഫ് ബോർഡിന് മുന്നിൽ കിടക്കുന്നത്. ഇപ്പം നമ്മൾ വഖഫ് ബോർഡിന്റെ മുന്നിൽ നമ്മൾ പറയുന്നു, വഖഫ് ബോർഡിന്റെ മുന്നിലേക്ക് കേസുമായിട്ട് പോകാം, അത് ചെയ്യാം, ഇത് ചെയ്യാം എന്നെല്ലാം നമ്മൾ പറയുന്നു. പക്ഷേ വഖഫ് ബോർഡിന്റെ മുന്നിൽ കിടക്കുന്നത് ആയിരക്കണക്കിന് കേസുകളാണ്. പലപ്പോഴും ആരോപണങ്ങൾ ഉയരുന്നത് അവർ കൃത്യമായി തീരുമാനങ്ങൾ എടുക്കുന്നില്ല, കൃത്യമായി ഇതിനെ വേണ്ട രീതിയിൽ സമീപിക്കുന്നില്ല എന്ന അടക്കമുള്ള നിരവധി ആരോപണങ്ങൾ അവരുടെ പേരിൽ ഉണ്ട്. ആയിരക്കണക്കിന് കേസുകൾ കെട്ടിക്കിടക്കുന്നു. ചില നികുതി സ്വീകരിക്കാം എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് മുനമ്പംകാരെ അങ്ങ് ഒതുക്കി നിർത്തുന്ന അവസ്ഥയും അത് കേട്ട് അതിൻ്റെ കൂടെ നിൽക്കുന്ന അവസ്ഥയും ഉണ്ടാകുന്നത് വളരെ ഏതെങ്കിലും കാലത്ത് ഈ കേസ് തീരുമെന്ന് തോന്നുന്നില്ല. ആ ജനത അതുമായിട്ട് തന്നെ ജീവിച്ച് മരിക്കേണ്ട അവസ്ഥയിലേക്ക് മാറുന്ന ഒരു സാഹചര്യമല്ലേ ഉണ്ടാകാൻ പോകുന്നത്?
അതിപ്പോ അവരെ എന്തനുഭവിക്കുന്നു അത് അതുപോലെ തുടരുമെന്നല്ലേ ഉള്ളൂ. കേസുകൾ തീരാതെ കിടക്കുന്നത് ഉറപ്പാണ്. ഈ നമ്മുടെ വഖഫ് ആക്ടിന്റെ അമെൻമെന്റ് കൂടാതെ നിലവിലുള്ള സംവിധാനത്തിൽ, അതായത് നിലവിലുള്ള സംവിധാനം ഞാൻ പറയുന്നത് കേട്ടോ, വഖഫ് ആക്ട് എടുത്തു കളയണം. അവർക്ക് ഇസ്ലാമിന് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ അവർ സ്വതന്ത്രമായിട്ട് ചെയ്തോട്ടെ. അത് അവരുടെ തീരുമാനങ്ങളും അവരുടെ കാര്യങ്ങളും. ഇപ്പൊ നേർച്ചയായിട്ട് കൊടുക്കുന്ന കാര്യങ്ങൾ സ്ഥലങ്ങൾക്കാണ്. പക്ഷേ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇന്ത്യയിൽ ഉള്ള ഭൂമിയൊക്കെ ഗവൺമെന്റിന്റെയാണ്. അപ്പോൾ അത് പരിഗണിക്കണം. അതിനുശേഷം ഇനി ഈ ഭൂമി എടുത്ത് കൊടുക്കാനാണെങ്കിൽ പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നൊക്കെ ഇങ്ങോട്ട് വരുന്ന അവിടുന്ന് ഒളിച്ചോടി വരുന്ന ആളുകളുണ്ട്, അവർക്ക് കൊടുക്കേണ്ടതാണ്. ഇനി അതിനുശേഷം ഇവര് നേർച്ചയായിട്ട് കൊടുക്കുന്ന സാധനങ്ങൾ അവർ തന്നെ പ്രയോഗിച്ചോട്ടെ. അതല്ലാതെ ഇത് വർഷാവർഷം ഇത് കയറി വരുന്നു, പിന്നെ അവിടെ ഇവിടെയൊക്കെ എഴുതി വയ്ക്കുന്നു. ആദ്യമായിട്ട് നമ്മുടെ നാട്ടിൽ ഉണ്ടാകേണ്ടത് കൃത്യമായ സർവേ ആണ്. നമുക്കറിയാലോ, ഉത്തർപ്രദേശിൽ അവിടെ ഉദയ് പ്രതാപ് കോളേജ് അവിടെ ഒരു മോസ്കിനോട് ചേർന്ന് അവർക്ക് 150 ഏക്കർ സ്ഥലം ക്ലെയിം ചെയ്തോട് ചെന്നപ്പോൾ 2018 ചെന്ന് കഴിഞ്ഞിട്ട് ഉടനെ അവിടെ ഓർഡർ ഇട്ടു സർവേ ചെയ്യാനായിട്ട്. പെട്ടെന്ന് തീരുമാനമൊക്കെ മാറി. അത് ഈയിടെ പ്രശ്നം ഉണ്ടായത് വീണ്ടും. അപ്പോഴും അതിപ്പോൾ ഒതുങ്ങി നിൽക്കുകയാണ്. നല്ല രാഷ്ട്രീയ അധികാരികൾ ഉണ്ടെങ്കിൽ കാര്യങ്ങൾ നടക്കും. നമുക്കില്ലാത്തത് അത് മാത്രമാണ്. നല്ല രാഷ്ട്രീയ അധികാരികൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെയാണ് നമ്മുടെ പാപ്പരത്വം എന്ന് പറയുന്നത്. അത് അപ്പുറത്തും ഇല്ല ഇപ്പുറത്തും ഇല്ല, നമ്മളിങ്ങനെ കിടക്കുകയാണ്. ഒരു സ്ഥലത്തും ഇല്ലാത്തൊരു സിറ്റുവേഷൻ നമ്മുടെ സമൂഹത്തിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു എന്താണ്, നമുക്ക് അവിടെ പോയി ഇപ്പം സാറ് പറഞ്ഞ പോയിന്റ് ശരിയാണ്. നമ്മുടെ സെക്കുലർ കോർട്ടിൽ പോയാൽ നമുക്ക് നല്ല വക്കീലുമാര് നിയമങ്ങളെല്ലാം വെച്ച് വാദിച്ചാൽ എത്തുമായിരിക്കും. ഇല്ലെങ്കിൽ നമ്മൾ ആദ്യം സാറ് പറഞ്ഞ അതേ അപകടം കിടക്കുകയാണ്. ഇവര് ഈ വാദിച്ചു, വാദമൊക്കെ ശരിയായിരുന്നു, പക്ഷെ അവർ 3 പേര് വന്നിരുന്നപ്പോൾ മജോറിറ്റി തീരുമാനത്തിൽ വിട്ടുപോയില്ലേ. അപ്പൊ അതിനകത്ത് എവിടെയാണ് നമുക്ക് ഇവിടെ ഒരു പരിഹാരം ഉണ്ടെന്ന് പറയാൻ കഴിയുന്നത്? അതുകൊണ്ട് അതൊരു പരിഹാരമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. നിയമം മാറണം. ഇനി ഏറ്റവും കുറഞ്ഞത് അമെൻമെന്റ് ഉണ്ടായിരിക്കണം. ഇപ്പൊ കൊണ്ടുവന്ന അമെൻമെന്റിൽ അത്യാവശ്യമുള്ള സംവിധാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതേ സമയത്തും നേരത്തെ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, അതിന് മുൻകാല പ്രാബല്യത്തോടുകൂടി അത് നടപ്പാവണം. കാര്യം എന്താന്ന് പറഞ്ഞാൽ ഈ വഖഫ് ആക്ടില് 95-ല് 107-ല് വഖഫിന് ഏത് അറ്റം വരെയും ക്ലെയിം ചെയ്യാന്നാണ് പറയുന്നത്. എത്ര വർഷം പുറകോട്ടും ക്ലെയിം ചെയ്യാം. അതേസമയത്ത് നമ്മുടെ എല്ലാം ബാക്കിയുള്ള ഇന്ത്യക്കാരുടെ എല്ലാം മുകളിലുള്ള നിയമം എന്ന് പറയുന്നത് 1963-ലെ പ്രോപ്പർട്ടി ലിമിറ്റേഷൻ ആക്ട് ആണ്. 12 വർഷത്തിനുള്ളിൽ ക്ലെയിം ചെയ്യണമെന്നുണ്ട്. വഖഫ് ബോർഡിനെ അങ്ങോട്ടും ക്ലെയിം ചെയ്യാം. അതേസമയത്ത് മറ്റുള്ളവർക്ക് 12 ഉള്ളൂ. ഇനി ഇതേ ആക്ടിലെ 6-ാമത്തെ പാരഗ്രാഫിൽ വേറൊരു സാധനം എഴുതി വെച്ചിട്ടുണ്ട്. അതെന്താണെന്നറിയാമോ? വഖഫ് ഒരു തീരുമാനം എടുത്തിട്ട് ഇത് അങ്ങ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 1 വർഷത്തിനുള്ളിൽ ക്ലെയിം ചെയ്തില്ലെങ്കിൽ നഷ്ടമായി പോകുന്നു. ഇതെന്തൊക്കെയായി ആക്ടിൽ എഴുതി വെച്ചിരിക്കുന്നത്? അതായത് വഖഫ് ബോർഡിന് എത്ര വർഷത്തേക്കും എത്ര 1000 വർഷത്തേക്ക് വേണമെങ്കിൽ ക്ലെയിം ചെയ്യാം. അതേസമയത്ത് വഖഫ് ബോർഡ് ഒരു തീരുമാനം പറഞ്ഞാൽ പിന്നെ 1 വർഷത്തിനുള്ളിൽ ക്ലെയിം ചെയ്തില്ലെങ്കിൽ നഷ്ടമായി പോകുന്നു. ഇത് ഇന്ത്യക്കാരുടെ മേലുള്ള നിയമമാണ്. ഇതൊരു ജനാധിപത്യ രാജ്യം അല്ലെങ്കിൽ സെക്കുലർ സ്റ്റേറ്റ് എന്ന് എങ്ങനെ പറയാൻ കഴിയും? അപ്പൊ നമുക്ക് ഇവിടെ നിർബന്ധമായിട്ടും ഈ മുനമ്പങ്കാര സമരം ചെയ്യുന്നത് ഞാൻ ചിന്തിക്കുന്നത് അവർക്കൊരു എന്താ പറയുക, ഒരു രാജ്യസേവനമായിട്ട് ഇപ്പോൾ അതിനെ കാണാൻ കഴിയൂ. അത് മുഴുവൻ തീർന്നത് എങ്ങനെയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ തീരുമാനമുണ്ടായി ഈ വഖഫ് നിയമത്തിന്റെ കാര്യത്തിൽ രാജ്യത്താകമാനം ബാധിക്കുന്ന തീരുമാനങ്ങൾ വരാൻ ഇടവന്നാൽ അത് നമ്മൾ ഈ സെക്കുലർ ആയിട്ടുള്ള ഈ രാജ്യത്തിന് ചെയ്യുന്ന ഒരു സർവീസ് ആയിട്ട് കാണാനാണ് എനിക്ക് വ്യക്തിപരമായിട്ട് ഞാൻ അത് ഇഷ്ടപ്പെടുന്നത്. അവിടെയാണ് ഫാദർ പറഞ്ഞ ആ പോയിന്റ് വളരെ വലിയൊരു പോയിന്റാണ്. രാജ്യത്ത് ഇന്ന് നടക്കുന്ന ഈ കാടൻ നിയമം എന്ന് പറയുന്നത് എത്രയോ നൂലാമാലകൾ കൂട്ടിക്കെട്ടി ഒരു രീതിയിലും ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ അത് ഒഴിവായി പോകാതെ അത് സ്വന്തം കൊട്ടയിൽ തന്നെ വീഴാനുള്ള എല്ലാ പരിപാടികളും ചെയ്തു വെച്ചതിന് ശേഷം അതിനുശേഷം ഇതെല്ലാം അറിയാവുന്ന ചില ആളുകൾ വന്നിച്ച് അത് അങ്ങനെ തീരും ഇങ്ങനെ തീരും ഇപ്പുറത്ത് തീരും എന്ന് പറഞ്ഞ് ഈ വഖഫിനെ പതിയെ അങ്ങ് മാറ്റി നിർത്തുന്നു. ശേഷം ഒരു ചെറിയ പ്രശ്നം, ഇത് മാത്രമാണ് നിങ്ങളുടെ പ്രശ്നം ഇത്രയും ഭൂമിയിൽ ഒതുങ്ങി നിൽക്കുന്നു, നിങ്ങളുടെ പ്രശ്നം ഇത്രയും കാലങ്ങളിൽ, അല്ലെങ്കിൽ ഞങ്ങൾ റവന്യൂ അത് പുനഃസ്ഥാപിച്ചാൽ തീരുന്ന പ്രശ്നം, അതുപോലെ ഞങ്ങൾ 2 വർത്താനം പറഞ്ഞാൽ തീരുന്ന പ്രശ്നം, അങ്ങനെയൊക്കെ ചെറിയ ഒരു പ്രശ്നമാക്കി ഒതുക്കി നിർത്തുന്നു. അതേസമയം ഇതിന്റെ കാരണക്കാരനായ വലിയ ഭൂതത്തെ അവിടെ മാറ്റി നിർത്തി അതിനെ സംരക്ഷിച്ച് നിർത്തുന്നു. ആര്? ഈ നിയമം ഉണ്ടാക്കിയവര്, ഈ നിയമം ഉണ്ടാക്കാൻ കൂട്ടുനിന്നവര്, ഇതിനെ ഗുണഭോക്താക്കളെ പൊതിഞ്ഞു പിടിക്കുന്നവര്, അവരുടെ വോട്ട് ബാങ്കിനെ എങ്ങനെയും സ്വന്തം കീശയിലേക്ക് എത്തിക്കാൻ പരിശ്രമിക്കുന്നവർ. ഇവരുടെ ഇടയിൽ കിടന്നുകൊണ്ട് നീതി ലഭിക്കും എന്നുള്ളത് മുനമ്പങ്കാർക്ക് വിശ്വസിക്കാൻ കഴിയുന്ന കാര്യമാണോ ശ്രീ സ്റ്റാലിൻ ദേവൻ? തീർച്ചയായിട്ടും ഈ വഖഫ് ആക്ട് ഫാദർ പറഞ്ഞ കണക്ക് എടുത്ത് കളയേണ്ട ഒരു സംഗതിയാണ്.
ഇന്ത്യൻ പൗരനാണോ, ഇന്ത്യയിലെ സെക്യുലർ നിയമം അനുസരിച്ചിട്ട് നീ ഇതിന്റെ പരിഹാരം കാണുക, നീ സിവിൽ കോടതിയിൽ പോവുക, അതിനുള്ള പരിഹാരം കാണുക. അത് വഖഫ് ബോർഡായാലും ശരി തന്നെ, വ്യക്തികളായാലും ശരി തന്നെ. അല്ലെങ്കിൽ ഇപ്പൊ 95-ലാണല്ലോ നരസിംഹറാവു ഈ പുതിയ ആക്ട് കൊണ്ടുവന്നു. അതിനു മുമ്പ് ഇവരുടെ കോൺഗ്രസിന്റെ തലതൊട്ടപ്പൻ നെഹ്റു ആണല്ലോ, അദ്ദേഹം കൊണ്ടുവന്ന 1954-ലെ ആക്ട് തിരിച്ചു കൊണ്ടുവരട്ടെ, ഈ പ്രശ്നം കംപ്ലീറ്റ് തീരും. അന്ന് ഒരു കുഴപ്പമുണ്ടായിരുന്ന സാധനമല്ല. ഈ 95-ല് വന്നിട്ട് ഈ സിവിൽ കോടതിയിൽ നിന്ന് ഈ സാധനം എടുത്തു മാറ്റി വഖഫ് ട്രിബ്യൂണലിന് അധികാരം കൊടുക്കുകയും, നമുക്ക് ഓർമ്മിക്കേണ്ട ഒരു കാര്യമുണ്ട്, 1954-ലെ പിന്നെ ആക്ടിലും സെക്ഷൻ 27 ഇപ്പോഴത്തെ നമ്മുടെ സെക്ഷൻ 40 ഉണ്ട്. അതേ വേർഡിംഗ് ആണ്. ആ വേർഡിങ്ങിൽ പോലും യാതൊരു മാറ്റവും ഇല്ല. പക്ഷെ അന്ന് എഫക്റ്റ് ഇത്ര ഭയാനകമല്ലായിരുന്നു. കാരണം എന്താണ്, അന്നത്തെ ആൾക്കാർക്ക് സിവിൽ കോടതിയിൽ പോകാൻ. അതുകൊണ്ട് 54-ലെ 27-ഉം ഇപ്പോഴത്തെ 14 രണ്ടും ഒരേ സെക്ഷൻസ് ആണ്. പക്ഷെ അന്ന് നമ്മുടെ ആൾക്കാർക്ക് ആസ് എ സിറ്റിസൺ ഓഫ് ഇന്ത്യ കോടതിയിൽ കൂടി നമുക്ക് പരിഹാരം കിട്ടുമായിരുന്നു. ഇവിടെ വന്നിട്ട് യാതൊരു നിയമങ്ങളും എഴുതി വച്ചിട്ടില്ലാത്ത ഒരു വഖഫ് ട്രിബ്യൂണലിന്റെ മുന്നിലേക്ക് വിടുന്നു. മറ്റൊരു മുസ്ലിം മത പണ്ഡിതന്റെ മുന്നേ പോയി ആൾക്കാർ കുനിയിക്കേണ്ടി വരുന്നു, വേറെ എളിമന്റെ പോയി നിൽക്കേണ്ടി വരുന്നു. ഒരുപക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിവരവും വിദ്യാഭ്യാസമുള്ള ജില്ലാ ജഡ്ജി എടുത്ത് സൈഡിൽ വയ്ക്കുന്നു, ഇവർ രണ്ടും പിടിച്ച്. ഇതൊക്കെ ഒരു നിയമമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഈ ബില്ലിനെ ഈ ഇപ്പോഴത്തെ അമെന്റ്മെന്റ് ബില്ലിനെ എതിർക്കുന്ന ആൾക്കാർ എന്താണ് നാം വിളിക്കുക? കാര്യങ്ങൾ വളരെ കൃത്യമാണ്. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ബിഗ് ഡിബേറ്റ് അവസാനിപ്പിക്കുകയാണ്.